നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇങ്ങനെ വിശക്കാനായിട്ട് ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് നിനക്ക് ഇരുന്നൂടായിരുന്നോ? പപ്പടല്ലേ അമ്മേ? അച്ഛനും അതെ മോളും അതെ, ഒരു കാര്യം പറഞ്ഞ് കേൾക്കില്ല. മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസ് തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട. മാം ഒരു മിനിറ്റ്. ധ്രുവന്റെ പപ്പയെ ഞാൻ വരുന്ന വഴി കണ്ടിരുന്നു. ഇമോഷണൽ ആയിട്ടാണ് ആള് സംസാരിച്ചത്. പക്ഷെ മാം, ആള് ജെന്യൂനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ കോടതിയിലുള്ള കാര്യങ്ങളല്ലേ അഞ്ജു മാം, വെറുതെ എന്തിനാ ഇതൊക്കെ തലയിലെടുത്ത് വെക്കണേ? ഇനി കണ്ട സംസാരിക്കാൻ നിൽക്കണ്ട. We should be honest, respect the rights and properties of others on internet. Do not use computers to harm other users. Do not use computers to steal others' informations. നമുക്ക് നിർത്താല്ലേ? ഇങ്ങനെ അടച്ചിരിക്കാതെ കേട്ടണം തുറന്നിട്ടെ. യെസ് മാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ മിക്കപ്പോഴും മഴയായിരിക്കും. വെളിച്ചമില്ലാത്തതുകൊണ്ട് ടീച്ചർമാരെ ക്ലാസ് കൊടുക്കില്ല. ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഈ മൂടല്ലേ മാം?
നിനക്ക് ആ ഫോണൊന്ന് ഓണാക്കി വെച്ചൂടെ? വിളിച്ചിരുന്നോ? ഇല്ല. പുതിയ സ്പേസിലേക്ക് മാറിയെന്ന് കുട്ടിശ്രീ പറഞ്ഞിട്ട് അറിഞ്ഞേ. തിരക്കിട്ട് വന്നുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കൊള്ളാലോ, സ്പേസ് കൊള്ളാം. ഓ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ മറിയം വരാറില്ലേ ഇവിടെ? അവൾ ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ആവും. ബിസിനസ് പാർട്ണറല്ലേ. ഞാനാകെ ഡിപ്രഷനൊക്കെ അടിച്ച് ഓഫായി നടക്കുന്ന സമയത്താണ് മറിയം ഉണ്ടാവുന്നത്. പിന്നെ അവളുടെ കൂടെ അങ്ങ് കൂടി. ഇപ്പം അവള് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് എൻ്റെ ബാബുജി നിന്നെ കെട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടായ ഞാൻ ഒരു മണ്ടനെ പോലെ ഇരുന്നില്ലേ, അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അന്നൊക്കെ എനിക്കിതിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഹസ്ബൻഡായിട്ട് എന്താ പ്രോബ്ലം? നിന്റെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ. എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിങ്ങനെ കുറേ സംസാരിക്കണം തോന്നുമായിരുന്നു. ആ സമയത്ത് പോലും എൻ്റെ ഒരു ബേസിക് നീഡ് അഡ്രസ്സ് ചെയ്യാൻ അയാൾ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണം. പക്ഷെ ആരായിട്ടാന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഞാനും അത് റിയലൈസ് ചെയ്യാൻ കുറേ ടൈമായി.